അവര് പോയാ? ആര്? ആ പിള്ളേര് പോയാ മത്സരിച്ച? ആ പിള്ളേര് ഫ്ലോറിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്താ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഗിഫ്റ്റാന്ന് തോന്നുന്നു. എന്താണത്? ഇത് ഈ ഒരു സാഹചര്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകുന്ന ഒരു ഓണക്കിറ്റാണ്. താങ്ക് യു താങ്ക് യു. ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഈ കിറ്റ് കൊടുത്തതായിട്ടുള്ള. ഓക്കെ ഓക്കെ. അയ്യോ സെൽഫി വേണ്ട മോനെ, ഫ്രണ്ടിൽ നിന്ന് എടുത്താൽ മതി. മോൻ വേണ്ട. ഞാൻ വേണ്ട. ഇതില് ഇത് പിള്ളേരെ സഹായിക്കണല്ലേ. ഓക്കെ. ആ വേണ്ട, ഇത്ര മതി. ഓക്കെ. അമ്മാവാ എനിക്ക് കിട്ടില്ലേ? അല്ല, കഷ്ടത അനുഭവിക്കുന്ന കലാകാരന്മാരെന്ന് പറഞ്ഞ മോൻ കേട്ടില്ലേ? എനിക്ക് കഷ്ടത ഉണ്ടല്ലോ. കഷ്ടതയുണ്ട്, പക്ഷെ കലാകാരനല്ലല്ലോ. അതിനകത്ത് 3 തിയേറ്ററും ഒരു ബ്യൂട്ടി പാർലറും ഒരു സ്വർണ്ണക്കടയും. എന്റെ പൊന്നുമോനെ, ഓണത്തിന് എന്താ ഉള്ളത്? ഓണക്കിറ്റാണത്, മനസ്സിലായില്ലേ? അതെ, ഇതധികം ഒരു വെയിറ്റ് ഇല്ലല്ലോ ഏട്ടാ ഇത്. ഇതിനല്ലേ വെയിറ്റ് ഇല്ല. മനഃപൂർവ്വം ഞാൻ തരാഞ്ഞ വെയിറ്റ്. മോനെ, നിന്റെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ അതിന്റെ ലൊക്കേഷനിൽ ഞാൻ വന്നപ്പോ മോനെ എന്തൊരു വെയിറ്റ് ആയിരുന്നു അന്നേരം. അത് കുറച്ചതാണ് ഞാനത്. അല്ല ഏട്ടാ, ചേട്ടനെ പക്ഷെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, പുള്ളിനെ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങോട്ട് ലൊക്കേഷൻ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ. ഇല്ല ഏട്ടാ, ഞാൻ കണ്ടിട്ടില്ല. ചുമ്മാ എന്തേ പറഞ്ഞു. അന്നേരം നമ്മുടെ ആദർശയുടെ ഒരു മോതിരം പോയിട്ട് അവിടെ നമുക്ക് എല്ലാവരും കറങ്ങി കിടന്നില്ലേ അന്വേഷിച്ച്? അത് ആദർശയുടെ മോതിരം പോയത് ഓർമ്മയുണ്ട്, എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട്, ആള് കൂടിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ചേട്ടൻ കണ്ടിട്ടില്ല. കേട്ടല്ലേ അത്? ശരിയാണ്, പക്ഷെ ചേട്ടൻ കണ്ടിട്ടില്ല. ആ മോതിരമാണിത്. അമ്മാവാ, ഇപ്പൊ മോഷണം തുടങ്ങിയോ വീണ്ടും? നമ്മളുടെ പരിപാടിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് കേട്ടല്ലോ. ഇവിടുന്ന് ഓരോന്ന് മോഷ്ടിച്ചോണ്ട് ആ സ്വഭാവം നല്ലതല്ല അമ്മാവാ. ഞാൻ മോഷ്ടിച്ചറില്ലെന്ന്. അല്ല, മോഷ്ടിക്കാതെ പിന്നെ ഈ മോതിരം കിട്ടിയത് എങ്ങനെയാ? എനിക്കന്നേരം അവസരം തരാണ്ടിരുന്നില്ലേ? അതിന്റെ പ്രായച്ചിത്തമായിട്ട്, അതിന്റെ പ്രതിഷേധമായിട്ട് ഞാൻ കട്ടെടുത്താണ് അവിടെ നിന്ന്. ദൈവമേ, അപ്പൊ കേശവമാവ് മോഷണം തുടങ്ങിയ? അപ്പൊ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഗിഫ്റ്റ് തന്ന ഈ വാച്ചൊക്കെ വല്ലെടുത്തും കട്ടോണ്ടെടുത്തോണ്ട് തന്നേക്കുന്നതാണോ? ഇല്ല, ഞാൻ ഈ മോതിരം ഞാൻ അന്നേരം പ്രതിഷേധം കൊണ്ട് ഞാൻ മോഷ്ടിച്ചാണ്. പക്ഷെ ഇത് മോന് ഞാൻ മനസ്സറിഞ്ഞ് അങ്ങോട്ട് തന്നാണ് ഗിഫ്റ്റായിട്ട്. അങ്ങനെ ഗിഫ്റ്റ് തന്ന വാച്ചാണെങ്കിലും ഓക്കെ. അല്ലാതെ വെറുതെ നമ്മൾ ഈ വാച്ച് കെട്ടിക്കൊണ്ടിരുന്ന ആരെങ്കിലും വിഷയം ആയി കഴിഞ്ഞാൽ എനിക്ക് ക്യാമറയിൽ കാണിക്കല്ലേ കൈ. ഇതങ്ങ് ക്ലോസ് വന്ന് ഈ വാച്ച് അതിൽ പെട്ട് കഴിഞ്ഞാൽ കുഞ്ചാക്ക പോവൻ ഇത് അന്വേഷിച്ചിട്ട് ഇവിടെ വരും. ചാക്കോച്ചന്റെ വാച്ച് മോഷ്ടിച്ചതാണോ ഇത്? അല്ലാതെ ഇത്രയും വില പിടിപ്പുള്ള വാച്ച് എനിക്ക് അവിടെ നിന്ന് കിട്ടാനാണ്. ഞാൻ തിരിച്ചോണ്ട് കൊടുത്തോളാം. എന്തൊക്കെ പറഞ്ഞാലും മാമനെ സമ്മതിച്ചേ പറ്റുള്ളൂ. വേറെ ഒന്നുമല്ല, രമേശ് ഏട്ടൻ കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾക്ക് പാവപ്പെട്ട അശരണരായ ഞങ്ങൾക്ക് കിറ്റ് കൊണ്ടുവന്ന് തന്ന ഒരു വലിയൊരു മനസ്സ് തന്നെയാണ്. ഇന്നിവിടെ പറഞ്ഞ പല കോമഡികളും കുറച്ച് ലെവല് താഴെ ആയിരുന്നെങ്കിലും മോൻ പറഞ്ഞ കോമഡി ഇല്ലേ, സൂപ്പറായിരുന്നു. ഏത് കോമഡി? പിഷാരടി എനിക്ക് ശമ്പളം തന്നെ കോമഡി. അയ്യോ, അപ്പൊ എന്നെ പോലെ തന്നെ ചേട്ടന് ശമ്പളം ഇല്ലേ? ഇല്ല മോളെ, ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഊതാൻ ഊതലില്ലേ? വല്ല പ്രൈവറ്റ് ഹൗസിൽ കിളിയായിട്ട് ഊതാൻ പോലും എനിക്ക് 1000 രൂപ ഡെയിലി ശമ്പളം കിട്ടിയാൽ എനിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ടൈം ഔട്ട്.